ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് താറാവിൻ്റെ ഒരു കറിയാണ്. താറാവിൻ്റെ ആ ചിറക്, അതുപോലെ കഴുത്ത്, ലിവർ, ഹാർട്ട് അങ്ങനെയുള്ള പാർട്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നല്ലൊരു പാല് കറി തയ്യാറാക്കാൻ പോവുകയാണ്. പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റിയത്, അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. അപ്പം ഞാനിവിടെ 3 താറാവിൻ്റെ ചിറകും അതുപോലെ ലിവറും ഹാർട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് അതിൻ്റെ മുതുകില, എല്ല്, അതുപോലെ കഴുത്ത്, അതൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കറി വെക്കണമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഉരുളി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കൂടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ട് അതിലേക്ക് ഞാനൊരു 4 സവാള നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്കിത് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പം നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ചുമന്ന മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് കുരുമുളക് പൊടി കൂടുതലായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. നമ്മളിവിടെ ഒരു മുറി തേങ്ങ, 1 ഗ്ലാസ് പാലൊഴിച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലത്തെ തലപ്പാൽ മാറ്റി വെച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ആ പാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. 2ാം പാലാണ് കേട്ടോ നാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു 2 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി കൂട്ടാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന താറാവിൻ്റെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ എല്ലായിടത്തും ഒന്നായി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തിടാം. ഒരു ഉരുളൻകിഴങ്ങ് 4 പീസാക്കി കട്ട് ചെയ്താൽ മതി. ഒത്തിരി വലുപ്പമുള്ള ഉരുളൻകിഴങ്ങ് എടുക്കേണ്ട, ഒരു മീഡിയം ടൈപ്പ് എടുക്കാണ്ട് ഇത്തിരി വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിടുക. ഇതും വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ 10 മിനിറ്റിനിടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചാൽ മതി. അത് കഴിഞ്ഞ് ഇത് ഇതൊന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ഇത്തിരി ഗ്രേവി ആവും. ആ സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ശരിക്കും ഇത്തിരി ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വീണ്ടും കുറച്ചും കൂടി വെള്ളമായി വന്നു. വീണ്ടും ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമ്മുടെ ഉരുളൻകിഴങ്ങ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡക്ക് വെന്തു. കാരണം അത്ര വേവേ ഡക്കിനുള്ളൂ, ഒത്തിരി മൂത്ത ഡക്കൊന്നുമല്ല. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാനൊരു സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡക്ക് വെന്തിട്ടുണ്ട്, കാരണം ഉരുളൻകിഴങ്ങ് വേവായി. ഇതിലേക്ക് നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തലപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തിളച്ച് എല്ലായിടത്തും തിളെത്തിയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഒന്ന് തൂവി സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി നമ്മളിത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്താൽ മതി. അപ്പോഴേക്കും ഇതൊന്നും കൂടി കുറുകയും അതുപോലെ തന്നെ എൻ്റെ കളർ ഇത്തിരി ഡാർക്കായി വരികയും ചെയ്യും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.